ഭഗവതേ വാസുദേവായ ശ്രീ ഗുരുഭ്യോ നമഃ. ഞാനിപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് സ്കന്ധം 1 7-ാമത്തെ അധ്യായത്തിന്റെ സാരാംശമാണ് ഇവിടെ പറയാൻ പോകുന്നത്. അതായത് നാരദൻ വ്യാസമഹർഷിയുടെ ആ സംശയം തീർത്തിട്ട് പിന്നെ ഉപദേശിക്കുക ചെയ്തു. എന്ത് ചെയ്യണം എന്നുള്ളത് പറഞ്ഞു കൊടുത്തു. ആ വ്യാസമഹർഷിയുടെ ദുഃഖം പോകാനായിട്ട് ഇതെല്ലാം ചെയ്തിട്ട് എനിക്ക് മനസ്സമാധാനം കിട്ടിയില്ല എന്ന് പറഞ്ഞപ്പോഴാണ് നാരദർ ഓരോന്ന് ഉപദേശിച്ചിട്ട് നാരദർ പോവുകയും ചെയ്തു. അപ്പോൾ വ്യാസമഹർഷി വ്യാസമുനി ശമിപ്രാസം ആശ്രമത്തിൽ ധ്യാനനിരതനായി ശ്രീമദ് ഭാഗവതം രചിച്ചു. അതായത് ഭഗവാന്റെ ലീലകളും എല്ലാം രചിച്ചു. ഇതിൽ വീണ്ടും വീണ്ടും പരിശോധിച്ച് തൻ്റെ പുത്രനായ ശ്രീശുകനെ പഠിപ്പിച്ചു. പിന്നെ അപ്പം എന്തിനു വേണ്ടിയാണ് ശ്രീശുകൻ ഈ ഗ്രന്ഥം പഠിച്ചതെന്ന് സൂതനോട് ശൗനക മഹർഷി ചോദിച്ചപ്പോൾ പറയുന്നു, ബന്ധമുക്തനായ ആത്മാരാമനാണെങ്കിലും ഭഗവാന്റെ ഭക്തി കൊണ്ട്, ആ ഭക്തി കൊണ്ടാണ്, അത് വായിക്കുമ്പോൾ ഭക്തി കൊണ്ടാണ് ആ അധ്യാത്മിക ഗ്രന്ഥം പഠിച്ചത് എന്ന് രാജഋഷിയായ പറഞ്ഞു. അതിൽ ആ അധ്യായത്തിൽ രാജഋഷിയായ പരീക്ഷത്തിന്റെ ജനനം, കർമ്മങ്ങൾ, വിനിർമുക്തി, പാണ്ഡുപുത്രന്മാരുടെയും ശ്രീകൃഷ്ണ കഥാമൃതത്തെയും എല്ലാം പറയുന്നു. പിന്നീട് അതിൽ പറയുന്നത് കുരുക്ഷേത്രത്തിൽ യുദ്ധമെല്ലാം തീർന്നു. യുദ്ധം തീർന്നിട്ട് പിന്നെ അവിടെ ഭീമന്റെ ഗദയാൽ അടികൊണ്ട് ദുര്യോധനൻ ആസന്ന മരണമായി കിടക്കുന്നു. അപ്പോൾ ദുര്യോധന അത് കണ്ടിട്ട് ദുര്യോധനന്റെ വളരെ സുഹൃത്തായ, അതായത് ദ്രോണാചാര്യരുടെ പുത്രനായ അശ്വത്ഥാമൻ ഇത് കണ്ടിട്ട് സഹിച്ചില്ല. തൻ്റെ സുഹൃത്ത് ഇങ്ങനെ കിടക്കുന്നില്ല, അപ്പൊ എന്തെങ്കിലും സന്തോഷത്തിന്, സുഹൃത്തിന്റെ സന്തോഷത്തിന് എന്തെങ്കിലും നമ്മൾ ചെയ്യണമല്ലോ എന്ന് പറഞ്ഞ് തൻ്റെ യജമാനൻ പ്രിയം ചെയ്യാനായിട്ട് ഉറങ്ങിക്കിടന്ന 5 പുത്രന്മാരെ തലയറുത്ത് കൊന്നു. അതായത് 5 പാണ്ഡുപുത്രന്മാരെ, അതായത് ദ്രൗപദിയുടെ 5 പുത്രന്മാരെ, പാണ്ഡുവിൻ്റെ പേരക്കിടാങ്ങളെ, അതായത് ദ്രൗപദിയുടെ 5 പുത്രന്മാരെ പിന്നെ തലയറുത്ത് കൊന്നു. പക്ഷേ ദുര്യോധനന് പോലും അത് സഹിച്ചില്ല. തനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്തെങ്കിലും ദുര്യോധനന് പോലും അത് സഹിച്ചില്ല. തൻ്റെ മക്കളുടെ കൂട്ടക്കൊലയുടെ വാർത്ത കേട്ട് ദ്രൗപദി അതിഘോരം കരഞ്ഞു. അതാരായാലും കരഞ്ഞു പോകുമല്ലോ. അപ്പൊ അങ്ങനെ ആ വിഷമത്തിൽ അർജുനൻ പിന്നെ ദ്രൗപദിയുടെ കണ്ണിൽ തുടയ്ക്കുകയും അശ്വത്ഥാമന്റെ തലയർത്ത് കൊണ്ടുവരാമെന്ന് വാക്കുകൊടുത്തു. അശ്വത്ഥാമനെ വിരട്ടി ഓട്ടിച്ചു കൊണ്ടുപോയി. പക്ഷെ അശ്വത്ഥാമന് ഈ അർജുനെ കണ്ട് ഭയന്ന് തൻ്റെ ബ്രഹ്മാസ്ത്രം ഉപയോഗിച്ചു. പക്ഷെ ബ്രഹ്മാസ്ത്രം ഉപയോഗിക്കുകയാണെങ്കിലും തൻ്റെ പിതാവും ഗുരുവുമായ ദ്രോണാചാര്യർ പിന്നെ തിരിച്ചെടുക്കാനുള്ള ആ ഒരു മന്ത്രം പറഞ്ഞു കൊടുത്തിട്ടില്ലായിരുന്നു. ബ്രഹ്മാസ്ത്രം അയച്ചിട്ട് അങ്ങ് പോയി. അപ്പോൾ പക്ഷെ അശ്വത്ഥാമ അതൊന്നും ആലോചിക്കുകയാണ്. അത് അയക്കുകയും അതിൻ്റെ ഉജ്ജ്വല പ്രകാശം കണ്ട് അർജുനൻ ശ്രീകൃഷ്ണനെ അഭയം പ്രാപിച്ചു, സ്തുതിച്ചു. ഭഗവാൻ അർജുനനോട് പറഞ്ഞു, നീ നിന്റെ സ്വന്തം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കാൻ പറഞ്ഞു. ഈ രണ്ടും കൂട്ടിമുട്ടി 3 ലോകത്തിനെയും നാശത്തിലേക്കുള്ള നയിക്കാൻ തുടങ്ങി. അപ്പോൾ അർജുനൻ 2 ബ്രഹ്മാസ്ത്രത്തിനെയും ഭഗവാന്റെ ആജ്ഞപ്രകാരം തിരിച്ചെടുത്തു. അപ്പോൾ അശ്വത്ഥാമനെയും കയറുകൊണ്ട് പിടിച്ചു കെട്ടി പിന്നെ എല്ലാവരുടെയും മുൻപിൽ കൊണ്ടുവരികയും പിന്നെ അർജുനന്റെ ധർമ്മബോധത്തെ പരീക്ഷിക്കാൻ അവനെ കൊല്ലാൻ പാടില്ല എന്ന് ശ്രീകൃഷ്ണൻ പറഞ്ഞു. പക്ഷെ അത് മനസ്സിലാക്കിയ അർജുനനും മനസ്സിലായി ഇത് ഭഗവാന്റെ ഒരു കളിയാണെന്ന് മനസ്സിലായി. അപ്പോൾ പിന്നെ ദ്രൗപദി പറഞ്ഞു, ഗുരുപുത്രനെ വിട്ടയക്കണം. ഗുരുപുത്രന്റെ അതായത് ഒരു പത്നിക്ക് പുത്രദുഃഖം എന്നെ വരാൻ
പാടില്ല എന്നും പറഞ്ഞു. പാടില്ല എന്നും പറഞ്ഞിട്ട് അതുപോലെ ബ്രാഹ്മണപുത്രനെ കൊല്ലാൻ പാടില്ല, ഗുരുപുത്രനും ബ്രാഹ്മണപുത്രനെ കൊല്ലാൻ പാടില്ല. പിന്നെ പക്ഷെ ഭീമസേനന് മാത്രം ഇത് ഇഷ്ടപ്പെട്ടില്ല. ഇതെന്തിനാ അയാള് വെറുതെ വിടുന്നതെന്ന്. പക്ഷെ ഭഗവാന്റെ ഉദ്ദേശം മനസ്സിലാക്കിയാണ് അർജുനൻ പറഞ്ഞത്. പിന്നെ ഭഗവാന്റെ ഇത് പ്രകാരം പിന്നെ അശ്വത്ഥാമന്റെ മുടി മുറിച്ച് മൂർധാവിലുള്ള രത്നം എടുത്തു മാറ്റി. പിന്നെ ശിബിരത്തിൽ നിന്നും വിട്ടയച്ചു. പിന്നീട് പുത്രദുഃഖത്തിലുള്ള പാണ്ഡവന്മാരെല്ലാവരും ഗംഗാതീരത്തിൽ പോയി അവരുടെ പുത്രന്മാരുടെ ശേഷക്രിയകൾ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഈ അധ്യായം അവസാനിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.